ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നല്ലൊരു പക്കോടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു മാവ് കൊണ്ട്, ഒരു മാവിൻ്റെ കൂട്ട് കൊണ്ട് നമുക്കൊരു 9 തരം പക്കോടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം സോഡാപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം അത് ഒന്ന് നമുക്ക് ബാറ്ററാക്കാം. വെള്ളം ഒഴിച്ച് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു അതിനകത്തേക്ക്. പിന്നെ പോരെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. വെള്ളം അധികം വെള്ളമായി പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ മുക്കുന്നത് അതിൽ പിടിക്കൂല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോഴേക്കും നമ്മൾക്കതിൽ മുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കും. എന്നിട്ട് എന്ത് ചെയ്ത് ഞാൻ ഒരു തവ അടുപ്പേ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ നമുക്ക് പക്കോടി മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് അതിന് ഉപയോഗിച്ചതെന്നറിയാമോ? ഞാൻ 9 തരം എടുത്തിട്ടുണ്ട്, അതിൽ കൂടുതലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ സവാള, ഉരുളക്കിഴങ്ങ്, പീച്ചിങ്ങ, ബീൻസ്, പിന്നെ മുട്ട, ഫിഷ് ഞാൻ പൊരിച്ചതിൽ ഇപ്പം ഉണ്ടായിരുന്നു അതാണ് എടുത്തത്, പിന്നെ വഴുതനങ്ങ, പിന്നെ പിന്നെ മധുരക്കപ്പയില സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ സാധാരണ പൊട്ടാറ്റോ, പിന്നെ ഇത് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. 9 ഐറ്റംസ് എടുത്തേക്കുന്നത്. നമുക്ക് പച്ചക്കായൊക്കെ എടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന് എന്താ നമുക്ക് പൊരിക്കാൻ എന്താ ആവശ്യമുള്ള അതൊക്കെ എടുക്കാം കേട്ടോ. പക്ഷേ ഇതൊക്കെ നല്ല പോഷകമുള്ളത് ഐറ്റംസ്. ഇത് കണ്ടോ മധുരക്കപ്പയാണത് ഒക്കെ. ഇതെല്ലാം ഞാൻ അരിഞ്ഞൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരണുണ്ട്. അപ്പോൾ ബാറ്ററും റെഡിയാക്കിയിട്ടുണ്ട്, പൊരിക്കാനുള്ള സാധനം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഗസ്റ്റൊക്കെ അധികം ഗസ്റ്റ് വരും, ഒരു ഫാമിലി ഗെറ്റ് ടുഗതറോ, പിന്നെ ആരെങ്കിലുമൊക്കെ കൂടുതൽ ആളുകൾ വരുമ്പോഴോ, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകും പാർട്ടി കൂടുമ്പോഴോ ഒക്കെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു ബാറ്ററിൽ തന്നെ ഇത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതൊരു വളരെ ടേസ്റ്റിയാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കുറേ നേരം ഇരിക്കുകയും ചെയ്യും. ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഏറ്റവും നമ്മൾക്ക് കാര്യം എന്താണെന്ന് പറയാനുള്ളത്, എണ്ണ കുടിക്കൂല അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ അറിയാൻ പറ്റും. ആ ഒരേ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മൾ നോക്കി നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ കരിയുകയില്ല, ക്രിസ്പിയാകും, എണ്ണയും കുടിക്കില്ല. അത് നമുക്ക് പൊരിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. കണ്ട എത്ര ഭംഗിയായിട്ടാണ് അത് വരണേന്ന് നോക്കി, പൊരിഞ്ഞ് വരണേന്ന് നോക്കി. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ മാറ്റി ഓരോന്നോരോന്ന്, ഞാനിത് ചെറിയ ചട്ടിയിലാണ് ഇട്ടേക്കുന്നത്. എന്താണെന്ന് അധികം ആവശ്യമില്ലല്ലോ, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയിലാണ് ഈ പൊരിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വലിയ ചട്ടിയിലിട്ടാൽ വേഗം ഇപ്പോൾ ആളുകളുടെ അനുസരിച്ചും എന്തോരം ഉണ്ട് അതനുസരിച്ച് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു അളവാണ് ഞാൻ പറഞ്ഞത്, കുറച്ചാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും അറിയാമല്ലോ എന്തോരം അളവ് വേണ്ടി വരുമെന്ന്. അതിപ്പോൾ 1 കപ്പിന് എത്ര സാധനം ഇടണമെന്ന് അറിയാൻ പറ്റില്ല. കണ്ട എന്ത് ഭംഗിയായിട്ട് ഇരിക്കണമെന്നേക്ക്. മീനുണ്ടത്, മുട്ടയും ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ പൊരിച്ചു. ഒരു എണ്ണ കുടിച്ചിട്ടില്ല, ടിഷ്യൂ പേപ്പർ പോലും ഇടേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഇടുമ്പോൾ തന്നെ ആ ഒരു നല്ല ഒരു ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും നല്ലതാണല്ലോ നമുക്ക് വീട്ടിലുണ്ടാക്കി മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടിയാണല്ലോ. വേപ്പിലേൻ്റെ വേപ്പില ഇടാട്ടോ. എൻ്റെ ഈ വേപ്പില ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഒരല്പം മല്ലിച്ചീരയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ആദ്യം ഞാൻ പറയുന്നത്, എൻ്റെ ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന ചെറിയ കുഞ്ഞു വീഡിയോസൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. ഞാൻ പുതിയ ആളായതുകൊണ്ടിട്ട് വ്യൂസൊക്കെ ഇനി വരണം. ഒരു സന്തോഷത്തിനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണൊക്കെ അമർത്തിയേക്കണം.